ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലൊക്കേഷൻ തപ്പി വന്നതാണ്. അപ്പം ഇവിടെ നീണ്ടൂരിപ്പുറമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓൾറെഡി ഇപ്പോൾ ഒരു പാടത്താണ്. ഇവിടെ വിത നടക്കുന്ന സമയമാണ് കേട്ടോ കേസ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം ചേട്ടന്മാർക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അവർ വിത എറിയുന്നതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞു തരികയും വിത എറിയുന്നതിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വടയാറാണ്. വടയാർ വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടൊരു കാഴ്ചയോട് വെത്ത വിതയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയണം തോന്നി. അപ്പോൾ എനിക്ക് രണ്ട് ചേട്ടന്മാരിവിടെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് രാജേന്ദ്ര പ്രസാദ് ഏട്ടൻ, ഇത് സുനിലേട്ടൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളെക്കുറിച്ച്, വിത്ത് എങ്ങനെയാണ് മുളപ്പിക്കുന്നത് തൊട്ട് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഇത് രണ്ടുപേരും നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് വൈക്കം താലൂക്കിലെ വടയാർ എന്ന സ്ഥലത്തു നിന്നാണ് വിത്ത് മുളപ്പിക്കുന്നത്. നെൽവിത്ത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ 12 മണിക്കൂർ നമ്മൾ അതിൻ്റെ പതിരും പൊടികളൊക്കെ കളഞ്ഞ് ശുദ്ധമാക്കി ഇടുന്നു. 12 മണിക്കൂർ കഴിയുമ്പോൾ അത് വാരി വെള്ളം കളഞ്ഞ് നൂൽച്ചാക്കിൽ കെട്ടിവെക്കുന്നു. 3-ാമത്തെ ദിവസം ആ വിത്ത് നന്നായിട്ട് മുള വന്നിട്ടുണ്ടാവും. ആ വിത്ത് അതിൻ്റെ ചൂട് പാകമാക്കാൻ വേണ്ടി വീണ്ടും നനച്ച് പിറ്റേ ദിവസം രാവിലത്തേക്ക് വിതയ്ക്കുന്നതിന് പരുവാവും. ആ പാകമായ വിത്ത് നമ്മൾ പിറ്റേ ദിവസം വിതയ്ക്കുന്നതാണ്. അടുത്ത ദിവസം രാവിലെ അത് നമ്മൾ വിതയ്ക്കാൻ പരുവാവും. അത് പിറ്റേ ദിവസത്തേക്ക് വിതയ്ക്കാം. നമുക്ക് ശരിക്കും ഒരു 24 മണിക്കൂർ ഒരു ദിവസമാണോ പറയുന്നത്, അതോ ഒറ്റ ദിവസം വെള്ളത്തിലിട്ട് 12 മണിക്കൂർ മതി. 12 മണിക്കൂർ വെള്ളത്തിലിടുക. 12 മണിക്കൂർ വെള്ളത്തിൽ മുക്കിയിടുക. ഫുള്ളായിട്ട് കവർ ചെയ്ത് കിടക്കണം വെള്ളം. 3-ാമത്തെ ദിവസം ഇത് മുള പൊട്ടും. വാരി ചാക്കി വെച്ച് കഴിയുമ്പോൾ 3-ാമത്തെ ദിവസം മുള പൊട്ടിയിരിക്കും. നമുക്ക് എത്ര 3 ദിവസം കഴിഞ്ഞ് നമുക്ക് കണ്ടത്തിലിറക്കാം? ഇല്ല, അതിന്റെ പിറ്റേ ദിവസം വീണ്ടും ഇപ്പൊ നല്ല ചൂടായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ആ ചൂട് മാറാൻ വേണ്ടിട്ട് നമ്മൾ വെള്ളത്തിൽ വീണ്ടും വെക്കും. ഒരു 2 മണിക്കൂറൊക്കെ മാക്സിമം വെക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് വെള്ളം തോർന്നു കഴിയുമ്പോൾ വിതക്കാം. അപ്പൊ ഇപ്പൊ ഞാറിഞ്ഞാടിലും ഇതിന്റെ സമയമായിട്ട് വന്നു, വിതയ്ക്കുന്ന സമയം എല്ലാം ആയി. ആയി. ഹാപ്പി ആയിട്ട് നടക്കുന്നു. അപ്പൊ എന്തായാലും ഇവിടെ നന്ദിയുണ്ട് രണ്ടുപേർക്കും.